ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് പുറമെ ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായ ഒരു ഉഴുന്നുവടയുടെ റെസിപ്പി നോക്കാം. നല്ല ക്രിസ്പിയാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയാണ്. അപ്പോൾ നമുക്ക് ഈ വട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. പുറത്തുനിന്ന് മേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന റെസിപ്പിയുടെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഉഴുന്നുവട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഉഴുന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഉഴുന്ന് നന്നായിട്ട് കുതിർന്നു വന്നതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ഈ ഉഴുന്നിപ്പോൾ ഇവിടെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്നുകൂടി കഴുകിയതിന് ശേഷം മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം. വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം ചേർക്കരുത്, നല്ല കട്ടിക്ക് അരച്ചെടുക്കണം. ഈ ഉഴുന്ന് നമ്മളിവിടെ നല്ല കട്ടിയായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഇത് അരച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ മാവ് കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് വരും. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ അരിപ്പൊടിയും ചേർക്കാം. ഈ വട നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടും അതുപോലെ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടുമാണ് അങ്ങനെ ചേർക്കുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് മാവ് നല്ല കട്ടിയായിട്ട് സ്വല്പം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പോൾ തന്നെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ മാവ് കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല, കുറച്ചൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. പിന്നെ ഈ മാവിന് കുറച്ചുകൂടി കട്ടി കിട്ടാനും നല്ലതാണ്. പകരം നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഉഴുന്നുമാവ് മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാവ് കൈ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തേച്ച് കുഴച്ചെടുക്കാം. നന്നായി തേച്ച് കുഴച്ചെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. അപ്പോഴാണ് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് വരിക. ഈ മാവ് ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവോള, പിന്നെ 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, വേപ്പില, കുറച്ച് കുരുമുളക് ചതച്ചത്, ഇത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം ഉടനെ വടയുണ്ടാക്കിയെടുക്കണം. കുറച്ച് നേരം വെച്ചിരുന്നാൽ ഈ സവോളയിലുള്ള വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് മാവ് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഇത് കുഴച്ച് ഉണ്ടാക്കിയെടുക്കണം. ഇതൊന്ന് നമുക്ക് കുഴച്ച് മിക്സ് ആക്കിയെടുക്കാം. ഇതെല്ലാം ഈ മാവിലോട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുവട വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ നമ്മളിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്തു വയ്ക്കാം. അതിലോട്ട് കൈ നന്നായി മുക്കി നനവാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മാവ് ഇതിൻ്റെ സൈഡിൽ നിന്ന് എടുക്കാം. എന്നിട്ടൊന്നിങ്ങനെ ഉരുട്ടി കൊടുക്കാം. ഇങ്ങനെ ഉരുട്ടി കൊടുക്കാം. ഉരുട്ടിയതിന് ശേഷം നടുവിലൊരു ഹോളിട്ട് കൊടുക്കാം. ഇങ്ങനൊരു ഹോളിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം
തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതും നമുക്കിങ്ങനെ ഹോളിട്ടതിന് ശേഷം ഇട്ട് കൊടുക്കാം. കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ഉരുള കൂടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ ഹോള് ഉണ്ടാക്കുക, പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 വട ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ട് വറുത്തതിന് ശേഷം കോരിയെടുക്കാം. നമ്മുടെ ഉഴുന്നുവട ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇങ്ങനെ ഓരോ വടയും നമുക്ക് കൈയൊന്ന് നനച്ചതിന് ശേഷം ഉരുട്ടിയെടുത്ത് നടുവിലൊരു ഹോളിട്ടതിന് ശേഷം വറുത്തെടുക്കാം. ഇപ്പോൾ നല്ല മൊരിഞ്ഞ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചമ്മന്തിയുടെ കൂടെയോ ചട്നിയുടെ കൂടെയോ കഴിക്കാവുന്നതാണ്. നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.